ഹലോ ഫ്രണ്ട്സ്, ഫൺ ടൈം ലേണിങ്ങിൻ്റെ ഈ അധ്യായത്തിലേക്ക് സ്വാഗതം. 5ാം ക്ലാസ്സിൻ്റെ ഗണിതം യൂണിറ്റ് 6 സംഖ്യകൾക്കുള്ളിൽ ഭാഗം 2 ആണ് നമ്മളിന്ന് മനസ്സിലാക്കുന്നത്. ഇവിടെ കുറച്ച് ചോദ്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്നു. ഞാൻ 3ൻ്റെ ഗുണിതമാണ്, ഞാൻ 20നും 30നും ഇടയ്ക്കാണ്, എൻ്റെ ഒറ്റയുടെ സ്ഥാനത്ത് 4ആണ്, ഞാൻ ആര് എന്നുള്ളൊരു കടങ്കഥ രൂപത്തിലായിരുന്നു നൽകിയിരുന്നത്. അപ്പോൾ 3ൻ്റെ ഗുണിതങ്ങൾ, ഇംഗ്ലീഷിൽ അതിനെ മൾട്ടിപ്പിൾസ് എന്നാണ് വിളിക്കുന്നത്. 3ൻ്റെ ഗുണിതങ്ങൾ ഏതൊക്കെയാണ്? 3, 6, 9, 12 അത്തരത്തിലാണ്. 30 കഴിഞ്ഞിട്ടും 3ൻ്റെ ഗുണിതങ്ങൾ 33, 36 ഇതെല്ലാം 3ൻ്റെ ഗുണിതങ്ങൾ തന്നെയാണ്. നമ്മൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം അനുസരിച്ച് ഈ കടങ്കഥയിൽ 20നും 30നും ഇടയ്ക്കാണ് ഇതിൻ്റെ സ്ഥാനം, ഒറ്റയുടെ സ്ഥാനത്ത് 4ആണ്. അപ്പോൾ 21, 24, 27, 30 എന്നിവയാണ് 20നും 30നും ഇടയ്ക്കുള്ള സംഖ്യകൾ. അപ്പോൾ ഇതിൽ ഒറ്റയുടെ സ്ഥാനത്ത് 4ആയിട്ടുള്ള സംഖ്യ ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. 24ആണ്. ഞാൻ 3ൻ്റെയും 7ൻ്റെയും ഗുണിതമാണ്. 30ൽ താഴെയാണ് ഞാൻ ആരാണ്. 3ൻ്റെയും 7ൻ്റെയും പൊതുഗുണിതങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് 21ആണ് എന്ന് നമുക്ക് മനസ്സിലാവും. 3ൻ്റെയും പട്ടികയിൽ വരണം, 7ൻ്റെയും പട്ടികയിൽ പൊതുവായി വരുന്ന സംഖ്യ 21ആണ്. അതുകൊണ്ട് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം 21 ആണ്. ഞങ്ങൾ 8ൻ്റെ ഗുണിതമാണ്. 50നും 70നും ഇടയ്ക്കാണ് ഞങ്ങൾ ആരൊക്കെയാണ്? 50നും 70നും ഇടയിൽ ഇവിടെ 56ഉം 64ഉമാണ് വരുന്നത്. അപ്പോൾ ആ സംഖ്യകളാണ്, ആ 2 സംഖ്യകളെയും ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായി കാണാവുന്നതാണ്. നമുക്ക് 4 കൊണ്ടുള്ള ഹരണം എന്നൊരു ഭാഗമാണ് ഇന്ന് നമുക്ക് ആരംഭിക്കുന്നത്. 535നെ 4 കൊണ്ട് നിശേഷം ഹരിക്കാമോ എന്നതാണ് ചോദ്യം. 4 കൊണ്ട് നിശേഷം ഹരിക്കാമോ എന്ന് ചോദിച്ചാൽ നമുക്ക് 4ൻ്റെ ഗുണനപ്പട്ടികയൊന്ന് ചൊല്ലി നോക്കാം. 4, 1 4, 4, 8, 12, 16 അത്തരത്തിൽ എല്ലാം ഇരട്ട സംഖ്യകളാണ്. അത്തരത്തിൽ ചിന്തിച്ചാൽ 535 ഒരിക്കലും 4ൻ്റെ പട്ടികയിൽ വരില്ല എന്നും 535നെ 4 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയില്ല എന്നും പറയാനായിട്ട് കഴിയും. കാരണം അത് ഒരു ഒറ്റ സംഖ്യയാണ്. 536നെയോ ഹരിച്ചു നോക്കാതെ പറയാൻ എന്താണ് വഴി എന്നാണ് ചോദിക്കുന്നത്. 536 സമം 500 + 36. നമുക്ക് 100 4ൻ്റെ ഗുണിതമാണ്, അതുകൊണ്ട് 500ഉം 4ൻ്റെ ഗുണിതമായിരിക്കും. ബാക്കിയുള്ളത് 36ആണ്, 36 4ൻ്റെ ഗുണിതമാണ്. അപ്പോൾ 536ഉം 4ൻ്റെ ഗുണിതമായിരിക്കും. നമ്മൾ ഒരിക്കൽ കൂടി ഇതിനെപ്പറ്റി ചിന്തിക്കാം. 536നെ 4ൻ്റെ നിശേഷം ഹരിക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കാനായി നമ്മൾ ആദ്യം 500നെ പരിശോധിച്ചു. 500 4ൻ്റെ ഗുണിതമാണ്, 36 4ൻ്റെ ഗുണിതമാണ്. ആ രീതിയിൽ നമുക്ക് 100, 1000, 10000 തുടങ്ങിയവ 4ൻ്റെ ഗുണിതങ്ങളായതുകൊണ്ട് ഒരു സംഖ്യ 4 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കാനായി നമുക്ക് അവസാനത്തെ 2 അക്കങ്ങൾ മാത്രം എടുത്താൽ മതി. അത് മാത്രം പരിശോധിച്ചാൽ അത് 4ൻ്റെ ഗുണിതമാണോ എന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും. ഈ 4 ചോദിക്കുന്ന ചോദ്യം എന്താണ്? 126 എൻ്റെ ഗുണിതമാണോ? അപ്പോൾ 126 എൻ്റെ ഗുണിതമാണോ എന്ന് കണ്ടെത്താനായിട്ട് എന്ത് ശ്രദ്ധിച്ചാൽ മതി? ഈ അവസാനത്തെ 2 അക്കങ്ങളായ 26 4ൻ്റെ ഗുണിതമല്ലാത്തതുകൊണ്ട് 126ഉം 4ൻ്റെ ഗുണിതമല്ല. അതേസമയം 132 എങ്ങനെയാണ്? 132 8 × 4 32ആണ് വരിക. അതുകൊണ്ട് 132 4ൻ്റെ ഒരു ഗുണിതമായിരിക്കും. പൊതുഗുണിതം എന്ന മറ്റൊരു അധ്യായമാണിത്. നജീമിൻ്റെയും മനോജിൻ്റെയും കയ്യിലുള്ള പാത്രങ്ങൾ 3 ലിറ്ററിൻ്റെയും 4 ലിറ്ററിൻ്റെയും ആയാലോ? നജീമിൻ്റെയും മനോജിൻ്റെയും ചോദ്യം നമ്മൾ പരിഗണിച്ചതാണ്. ഇവിടെ 3 ലിറ്റർ 4 ലിറ്റർ പാത്രങ്ങളാണ്. 3 ലിറ്റർ പാത്രങ്ങൾ അളക്കാൻ കഴിയുന്ന അളവുകൾ 3, 6, 9, 12, 15, 18, 21 അങ്ങനെ 30, 33 അത്തരത്തിലാണ്. ഇതെല്ലാം 3ൻ്റെ ഗുണിതങ്ങളാണ്. 4 ലിറ്ററിൻ്റെ ഈ രീതിയിൽ അത് 4ൻ്റെ ഗുണിതങ്ങളാണ്. ഈ 2 പാത്രങ്ങൾ ഉപയോഗിച്ച് പൊതുവായി അളക്കാൻ കഴിയുന്നവ 3ൻ്റെയും 4ൻ്റെയും പൊതുവായ ഗുണിതങ്ങൾ ആയിരിക്കണം. ഉദാഹരണത്തിന് 12 എന്ന സംഖ്യ, ഈ 12 എന്ന സംഖ്യ 3ൻ്റെയും 4ൻ്റെയും പൊതുവായ ഗുണിതമാണ്. അത്തരത്തിൽ മറ്റൊരു സംഖ്യയും നമുക്ക് പറയാൻ കഴിയും. 24 എന്ന സംഖ്യ, 24 എന്ന സംഖ്യയും 3ൻ്റെയും 4ൻ്റെയും പൊതുവായ ഗുണിതമാണ്. അപ്പോൾ 12, 24, 36 എന്നീ സംഖ്യകൾ 3ൻ്റെയും 4ൻ്റെയും പൊതുഗുണിതങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇതിനെ ഇംഗ്ലീഷിൽ വിളിക്കുന്ന പേര്
കോമൺ മൾട്ടിപ്പിൾസ് എന്നാണ്. ഇവിടെ ഞാനിവിടെ ഒരിക്കൽ കൂടി അടയാളപ്പെടുത്തിയിരിക്കുന്നു, ശ്രദ്ധിക്കുക. 3ൻ്റെ ഗുണിതങ്ങൾ അടയാളപ്പെടുത്തിയിരിക്കുന്നു, 4ൻ്റെ ഗുണിതങ്ങൾ അടയാളപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ 3ൻ്റെയും 4ൻ്റെയും പൊതുവായി വരുന്ന, ഒരുപോലെ വരുന്ന സംഖ്യകളെ, ഗുണിതങ്ങളെ ഞാൻ ചുവന്ന മഷി കൊണ്ട് അടയാളപ്പെടുത്തിയിരിക്കുന്നുണ്ട്. 12, 24, 36 എന്നിവയാണ് ഇവ. 3ൻ്റെയും 4ൻ്റെയും പൊതുഗുണിതങ്ങളിൽ കുഞ്ഞൻ ഞാനാണ് കുഞ്ഞൻ പൊതുഗുണിതം. അപ്പോൾ ഇതിലേറ്റവും കുഞ്ഞനായിട്ടുള്ള പൊതുഗുണിതമായതുകൊണ്ടാണ് അവനെ കുഞ്ഞൻ പൊതുഗുണിതം എന്ന് വിളിക്കുന്നത്. നമുക്ക് ഗണിതത്തിൻ്റെ ഭാഷയിൽ അതിനെ കുഞ്ഞൻ പൊതുഗുണിതം എന്ന് പറയാൻ കഴിയുകയില്ല. അതിനെ നമ്മൾ വിളിക്കുന്നത് 12നെ 3ൻ്റെയും 4ൻ്റെയും ചെറു പൊതുഗുണിതം എന്നാണ്. അതിനെ നമുക്ക് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്നാണ് അതിനെ വിളിക്കുന്നത്. LCM എന്ന് നമുക്കതിനെ ചുരുക്കി എഴുതാവുന്നതുമാണ്. നമുക്ക് ആ വാക്കൊന്ന് ഒന്നുകൂടി പറഞ്ഞു നോക്കാം. ചെറു പൊതുഗുണിതം എന്നുള്ളതാണ് ആ വാക്ക്. 12നെ 3ൻ്റെയും 4ൻ്റെയും ചെറു പൊതുഗുണിതം, കുഞ്ഞൻ പൊതുഗുണിതം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ആ രീതിയിൽ തന്നെ 6ൻ്റെയും 8ൻ്റെയും ചെറു പൊതുഗുണിതം എങ്ങനെയാണ് കണ്ടെത്തുക? അപ്പോൾ 6ൻ്റെ ഗുണിതങ്ങൾ എഴുതുക, 8ൻ്റെ ഗുണിതങ്ങൾ എഴുതുക. ഒരുപോലെ വരുന്നവ, അതായത് പൊതുവായി വരുന്നവയ്ക്ക് ചുറ്റും വട്ടം വരയ്ക്കുക. അതിലേറ്റവും ചെറുതേതാണ്? 24 അപ്പോൾ 24 കുഞ്ഞൻ പൊതുഗുണിതം. ഇത് വളരെ എളുപ്പമാണ് നമുക്ക് ചെയ്യാനായിട്ട്. ഇതിൽ നിന്ന് 6ൻ്റെയും 8ൻ്റെയും പൊതുഗുണിതങ്ങളാണ് 24, 48, 72 എന്ന് കാണാം. ഇതിലേറ്റവും ചെറുത് 24 ആയതുകൊണ്ട് അത് 6ൻ്റെയും 8ൻ്റെയും ചെറു പൊതുഗുണിതമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇതുപോലെ തന്നെ മറ്റൊരു ഹോംവർക്കാണ് നിങ്ങൾക്കുള്ളത്, ചെറു പൊതുഗുണിതം കണ്ടെത്തുക എന്നുള്ളതാണ്. ഇവിടെ 9ൻ്റെയും 12ൻ്റെയുമാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. 9ൻ്റെ ഗുണിതങ്ങൾ, 12ൻ്റെ ഗുണിതങ്ങൾ ഞാനിവിടെ പട്ടികപ്പെടുത്തിയിട്ടുണ്ട്. അവയിൽ പൊതുഗുണിതങ്ങളായി വരുന്ന 32, 36, 72 എന്നിവയ്ക്ക് ചുറ്റും വട്ടം വരച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ചെറുപൊതു ഗുണിതം ഏതായിരിക്കും? 36 ആയിരിക്കും. ഞാനതിനെ ആനിമേഷനിലൂടെ വലുതാക്കി സൂചിപ്പിച്ചിട്ടുണ്ട്. എന്താണ് പറയുക? എൻ്റെ ഒപ്പം പറഞ്ഞു നോക്കൂ. 9ൻ്റെയും 12ൻ്റെയും ചെറു പൊതുഗുണിതം 36 ആണ്. വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി ഈ ബൾബിൻ്റെ കണക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. പച്ച ബൾബുകൾ 4 സെക്കൻഡ് ഇടവിട്ട്, നീല ബൾബുകൾ 6 സെക്കൻഡ് ഇടവിട്ടാണ് പ്രകാശിക്കുന്നത്. ഒരുമിച്ച് പ്രകാശിച്ചു തുടങ്ങിയത് 8 മണിക്കാണ്. അപ്പോൾ എപ്പോഴാണ് അവ വീണ്ടും ഒരുമിച്ച് പ്രകാശിക്കുന്നത്? പച്ച ബൾബുകൾ പ്രകാശിക്കുന്ന കണക്കനുസരിച്ചാണ് ഞാനിവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. 4 സെക്കൻഡ് കഴിയുമ്പോൾ, 8 സെക്കൻഡ് കഴിയുമ്പോൾ, 12 സെക്കൻഡ് കഴിയുമ്പോൾ, 16 സെക്കൻഡ്, 20, 24, 28 എന്നീ സെക്കൻഡുകളിലാണ്. ഇവിടെ 6, 12, 18 ആ രീതിയിലാണ് നീല ബൾബുകൾ പ്രകാശിക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരേ സമയം പ്രകാശിക്കുന്ന ബൾബുകൾ ഏതെല്ലാം സമയങ്ങളിലാണ് 12ാമത്തെ സെക്കൻഡിൽ അത് ഒരുമിച്ച് പ്രകാശിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ കഴിയും? 8 മണി കഴിഞ്ഞ് 12 സെക്കൻഡ് കഴിയുമ്പോഴാണ് 2 തരത്തിലുള്ള ബൾബുകളും ഒരുമിച്ച് പ്രകാശിക്കുന്നത്. ടൈൽ പതിച്ച തറയിൽ കളിക്കുകയാണ് മീനുവും ആശയും. തറയുടെ ഇവിടെ മീനു മഞ്ചാടിക്കുരു വയ്ക്കുന്നു, ആശ വളയാണ് വയ്ക്കുന്നത്. 3ാമത്തെ ടൈലിലാണ് വള വയ്ക്കുന്നത്. നമുക്കിവിടെ ആദ്യം മീനുവിൻ്റെ കാര്യം പരിശോധിക്കുക. മീനു ഇവിടെ മഞ്ചാടിക്കുരു വയ്ക്കുകയാണ്. ഈ മഞ്ചാടിക്കുരു ഓരോ 2ാമത്തെ തറയിലാണ് വയ്ക്കുന്നത്, 2ാമത്തെ കള്ളിയിലാണ് വയ്ക്കുന്നത്. 2, 4, 6, 8, 10 ഇങ്ങനെ പോകുന്നു. വള വയ്ക്കുന്നത് ഓരോ 3ാമത്തേതിലാണ്. അപ്പോൾ മഞ്ചാടിയും വളയും ഒരുമിച്ച് വെച്ചിട്ടുള്ള ആദ്യത്തെ ടൈൽ ഏതായിരിക്കുമെന്ന് നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്. ഇവിടെ 6ാമത്തെ ടൈലിൽ മഞ്ചാടിയും വളയും ഒരുമിച്ച് വരുന്നുണ്ട്. 12ാമത്തെ ടൈലിലും വളയും മഞ്ചാടിയും ഒരുമിച്ച് വരുന്നുണ്ട്. ഇവയെ നമുക്ക് ഈ മഞ്ചാടിയുടെയും വളയുടെയും കണക്കാണെങ്കിൽ തന്നെയും ഇതിനെ നമുക്ക് ഇതിൽ ഉള്ളിൽ വന്നിട്ടുള്ള ഗണിത തത്വം എന്താണ്? ചെറുപൊതുഗുണിതമാണ് അല്ലെങ്കിൽ പൊതുഗുണിതമാണ് എന്ന് പറയാനായിട്ട് സാധിക്കും. 4 സെൻറ്റിമീറ്റർ വശങ്ങളുള്ള സമചതുരക്കട്ടകളും 9 സെൻറ്റിമീറ്റർ വശങ്ങളുള്ള സമചതുരക്കട്ടകളും 2 വേറെ വേറെ അട്ടികളിലായി ക്രമീകരിക്കുകയാണ് അഞ്ചു. 2 അട്ടികളുടെയും പൊക്കം ഒരുപോലെ ആകുമ്പോൾ തറ നിരപ്പിൽ നിന്നുള്ള ഏറ്റവും കുറഞ്ഞ ഉയരം എത്രയായിരിക്കും? ഇവിടെ 4 സെൻറ്റിമീറ്ററിൻ്റെ ചതുരക്കട്ടയാണത്. അടുത്തത് 8, അടുത്തത് 12 ഇത്തരത്തിലായിരിക്കും പോവുക. അതുപോലെ തന്നെ 9, 18, 27 എന്നിങ്ങനെയായിരിക്കും പോവുക. ആ രീതിയിൽ നിങ്ങൾക്ക് എപ്പോഴാണ് ഇതിൻ്റെ ഒരുമിച്ച് വരുന്നത് എന്നുള്ളത് കണ്ടെത്താനായിട്ട് സാധിക്കും. അത് തുടർന്നാൽ നിങ്ങൾക്കത് കണ്ടെത്താൻ കഴിയും. ഇന്നത്തെ അടുത്ത അധ്യായത്തിൻ്റെ പേര് ഗുണിതങ്ങളുടെ ഗുണിതം എന്നുള്ളതാണ്. ഇത് 1 മുതൽ 15 വരെയുള്ള സംഖ്യകളാണ്. 2ൻ്റെ ഗുണിതങ്ങൾക്ക് ചുറ്റും നമുക്ക് വട്ടം വരയ്ക്കാം. 2ൻ്റെ ഓരോ ഗുണിതങ്ങൾ ഞാനിവിടെ വട്ടം വരയ്ക്കുകയാണ്. 2, 4, 6, 8 ഇരട്ട സംഖ്യകളാണ് 2ൻ്റെ ഗുണിതങ്ങളിൽ നിന്ന് നമുക്ക് പൊതുവായി പറയാം. ഇനി 4ൻ്റെ ചുറ്റും നമുക്ക് 4ൻ്റെ ഗുണിതങ്ങൾക്ക് ചുറ്റും ചതുരം വരയ്ക്കാം. ഓരോ 4ൻ്റെ
ഗുണിതങ്ങൾക്ക് ചുറ്റും ചതുരം വരയ്ക്കാം. ഇവിടെ ചതുരത്തിനകത്തുള്ള എല്ലാ സംഖ്യകളും വട്ടത്തിനകത്തുമാണ്. അതായത് 4ൻ്റെ എല്ലാ ഗുണിതങ്ങളും 2ൻ്റെ കൂടി ഗുണിതങ്ങളാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. നമുക്ക് ഒരിക്കൽ കൂടി ഇത് പരിശോധിക്കാം. ഇവിടെ 2ൻ്റെ ഗുണിതങ്ങൾക്ക് ചുറ്റുമാണ് വട്ടം വരച്ചിരിക്കുന്നത്. ഇനി 4ൻ്റെ ഗുണിതങ്ങൾക്ക് ചുറ്റും 4ൻ്റെ ഗുണിതങ്ങൾ 4, 8, 12 എന്നിങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ 4, 8, 12 എന്നിവയൊക്കെ തന്നെ 2ൻ്റെ ഗുണിതങ്ങൾ കൂടിയാണ്. അതുകൊണ്ട് 4ൻ്റെ എല്ലാ ഗുണിതങ്ങളും 2ൻ്റെ കൂടി ഗുണിതങ്ങളാണെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. ഇനി മറിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ്. അതെന്താണ്? 2ൻ്റെ എല്ലാ ഗുണിതങ്ങളും 4ൻ്റെ കൂടി ഗുണിതങ്ങളാണോ എന്നുള്ളതാണ് ആ ചോദ്യം. ഉദാഹരണത്തിന് 6 എന്നുള്ള സംഖ്യ എടുക്കുകയാണെങ്കിൽ അത് 4ൻ്റെ ഗുണിതമാണോ? 6 4ൻ്റെ ഗുണിതമല്ല. പക്ഷേ 8 2ൻ്റെ ഗുണിതമാണ്, 4ൻ്റെയും ഗുണിതമാണ്. അതുകൊണ്ട് നമുക്ക് 2ൻ്റെ എല്ലാ ഗുണിതങ്ങളും 4ൻ്റെ ഗുണിതമാണ് എന്ന് പറയാൻ വയ്യ എന്നുള്ളത് ശ്രദ്ധിക്കുക. അങ്ങനെ പറയാൻ കഴിയുകയില്ല. ഇനി 3ൻ്റെ ഗുണിതങ്ങളെല്ലാം 2ൻ്റെ ഗുണിതമാണോ എന്ന് പരിശോധിക്കാം. 3ൻ്റെ ഗുണിതങ്ങൾക്ക് നമുക്ക് ആദ്യം 2ൻ്റെ ഗുണിതങ്ങൾക്ക് ചുറ്റും വട്ടം വരയ്ക്കാം. നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ. ഇനി 3 പറയുന്നത് എന്താണ്? എൻ്റെ ഗുണിതങ്ങൾക്ക് ചുറ്റും ചതുരം വരയ്ക്കാം എന്ന് പറയുന്നു. 3ൻ്റെ ചില ഗുണിതങ്ങൾക്ക് ചുറ്റും നമ്മൾ ചതുരവും വട്ടവും വരുന്നുണ്ട്, പൊതുവായി വരുന്നുണ്ട്. പക്ഷേ 3ൻ്റെ എല്ലാ ഗുണിതങ്ങളും 2ൻ്റെ ഗുണിതങ്ങളല്ല എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ 3ൻ്റെ എല്ലാ ഗുണിതങ്ങളും 2ൻ്റെ ഗുണിതങ്ങളല്ല എന്ന് കാണുന്നത് പോലെ തന്നെ 2ൻ്റെ എല്ലാ ഗുണിതങ്ങളും 3ൻ്റെ ഗുണിതങ്ങളല്ല എന്ന് നമുക്ക് ഇവിടെ ഈ പട്ടികയിൽ നിന്നും കാണാനായിട്ട് സാധിക്കും. ഇനി 3ൻ്റെ എല്ലാ ഗുണിതങ്ങളും 6ൻ്റെ ഗുണിതങ്ങളാണോ, 6ൻ്റെ എല്ലാ ഗുണിതങ്ങളും 3ൻ്റെ ഗുണിതങ്ങളാണോ എന്ന് പരിശോധിക്കാൻ നമ്മളോട് പറയുന്നുണ്ട്. നമുക്ക് പട്ടിക തയ്യാറാക്കാം. 3ൻ്റെയും 6ൻ്റെയും ഗുണിതങ്ങൾ. 3ൻ്റെ എല്ലാ ഗുണിതങ്ങളും നമുക്ക് പരിശോധിക്കാം. ഇവിടെ 30 വരെയുള്ള ഗുണിതങ്ങളാണ് നൽകിയിരിക്കുന്നത്. 3, 6, 9, 12, 15. അത്തരത്തിൽ ഇവിടെ ഉദാഹരണത്തിന് 3 എന്ന സംഖ്യ തന്നെ എടുക്കുക. 3 6ൻ്റെ ഗുണിതങ്ങളുടെ പട്ടികയിൽ വരുന്നില്ല. അതുപോലെ 9 6ൻ്റെ ഗുണിതങ്ങളുടെ പട്ടികയിൽ വരുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ കഴിയും? 3ൻ്റെ എല്ലാ ഗുണിതങ്ങളും 6ൻ്റെ ഗുണിതങ്ങളായി വരുന്നവയല്ല. മറിച്ചോ നമുക്ക് ഉദാഹരണത്തിന് 6ൻ്റെ ഒന്നാമത്തെ ഗുണിതമായിട്ടുള്ള 6 തന്നെ പരിശോധിക്കാം. 6 3ൻ്റെ ഗുണിതമാണ്, 12 3ൻ്റെ ഗുണിതമാണ്, 18 3ൻ്റെ ഗുണിതമാണ്. അത്തരത്തിൽ ഏതെല്ലാം സംഖ്യകൾ 6ൻ്റെ ഗുണിതങ്ങളാണോ അതെല്ലാം 3ൻ്റെ ഗുണിതങ്ങളാണ് എന്നുകൂടി മനസ്സിലാക്കുക. അടുത്ത ചോദ്യം, 4ൻ്റെ എല്ലാ ഗുണിതങ്ങളും 8ൻ്റെ ഗുണിതങ്ങളാണോ, 8ൻ്റെ എല്ലാ ഗുണിതങ്ങളും 4ൻ്റെ ഗുണിതങ്ങളാണോ? ഇവിടെ ഈ ഉത്തരം കഴിഞ്ഞ പ്രോബ്ലം നമ്മൾ എങ്ങനെയാണോ പരിഗണിച്ചിരുന്നത് ആ രീതിയിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അതേ രീതിയിൽ തന്നെ ഉത്തരം കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് ഈ ചോദ്യവും 4ൻ്റെ ഗുണിതങ്ങളും 6ൻ്റെ ഗുണിതങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യം. ഉദാഹരണത്തിന് 4ൻ്റെ എല്ലാ ഗുണിതങ്ങളും 6ൻ്റെ ഗുണിതങ്ങളാണോ എന്ന് ചോദിക്കുന്നുണ്ട്. 4ൻ്റെ 8 എന്ന ഗുണിതം 6ൻ്റെ ഗുണിതമല്ല എന്നുള്ളത് ഇവിടെ നിന്ന് വ്യക്തമാണ്. ആ രീതിയിൽ ഈ പ്രവർത്തനവും നിങ്ങൾ പൂർത്തിയാക്കുക. നമുക്കിന്ന് പരിചയപ്പെടാനുള്ള ഒരു പ്രധാനപ്പെട്ട ഭാഗം ഘടകങ്ങൾ എന്നുള്ളതാണ്. ഞാനിവിടെ ഒരു മെക്കാനിക്കൽ പെൻസിലിൻ്റെ ചിത്രം നിങ്ങൾക്ക് വേണ്ടി കാണിച്ചിട്ടുണ്ട്. ഘടകങ്ങൾ എന്നുള്ള കാര്യത്തെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ രീതിയിലാണ്. ഈ രീതി അനുസരിച്ച് തന്നെയായിരിക്കും നമ്മൾ ഗണിതത്തിൽ ഘടകങ്ങൾ എന്താണ് എന്ന് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇവിടെ പേനയുടെ വിവിധ ഭാഗങ്ങൾ, ഒരുപക്ഷെ നമ്മളും പേന വിവിധ ഭാഗങ്ങളാക്കി നോക്കി പരിശോധിക്കാറുള്ളതാണ്. അപ്പോൾ ഈ മെക്കാനിക്കൽ പെൻസിലിൻ്റെ വിവിധ ഭാഗങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആ മെക്കാനിക്കൽ പെൻസിലിൻ്റെ വിവിധ ഘടകങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്ന ഗ്രിപ്പ്, റിംഗ്, കോൺ, ലെഡ് സ്ലീവ്, അതുപോലെ തന്നെ ക്ലിപ്പ്, ഇറേസർ ക്യാപ്പ്. ഇതെല്ലാം ആ പെൻസിലിൻ്റെ വിവിധ ഘടകങ്ങളാണ് എന്ന് പറയാനായിട്ട് സാധിക്കും. ഇതേ രീതിയിൽ നമുക്ക് സംഖ്യകളുടെ ഘടകങ്ങളെയും മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇവിടെ 2 എന്താ പറയുന്നത്? എൻ്റെ ഗുണിതമാണ് 6 എന്നാണ് പറയുന്നത്. അപ്പോൾ 6 തിരിച്ചു പറയുകയാണ് എൻ്റെ ഘടകമാണ് 2. ഒരു ജ്യേഷ്ഠനും അനിയനും പറയുന്നത് പോലെ ചിന്തിച്ചാൽ മതി. എൻ്റെ ജ്യേഷ്ഠനാണ് 6, എൻ്റെ അനുജനാണ് 2 എന്ന് പറയുന്നത് പോലെ. അപ്പോൾ 2ൻ്റെ ഗുണിതമാണ് 6 എന്ന് പറയുന്നതിനെ മറിച്ചു പറയുന്നതാണ് 6ൻ്റെ ഘടകമാണ് 2 എന്നുള്ളത്. അതേ രീതിയിൽ തന്നെ 3ൻ്റെ ഗുണിതമാണ് 6, 6ൻ്റെ ഘടകമാണ് 3. അതിൻ്റെ അർത്ഥം 2ഉം 3ഉം 6ൻ്റെ ഘടകങ്ങളാണ് എന്നുള്ളതാണ്. നമുക്ക് 2ന് വിവിധ ഗുണിതങ്ങളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി. 2, 4, 6, 8 അത്തരത്തിലെല്ലാം അതിന് 2ൻ്റെ ഗുണിതങ്ങളാണ്. അതുപോലെ തന്നെ 6ന് ഘടകങ്ങളായി വരുന്ന സംഖ്യ 2ഉം 3ഉം, 1ഉം 6ൻ്റെ ഘടകമാണ് എന്ന് ശ്രദ്ധിക്കുക. നമുക്കിതിനെ തുടർന്നുകൊണ്ട് വ്യക്തമായിട്ട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കാം. 45 ചോദിക്കുന്നത് എന്താണ്? എൻ്റെ ഘടകമാണോ 3 എന്നുള്ളതാണ്.
ഒന്ന് ആലോചിച്ച് നോക്കൂ, അതെങ്ങനെയാണ് കണ്ടെത്തുക? 3നെ എന്തുകൊണ്ട് ഗുണിച്ചാലാണ് 45 കിട്ടുക? അത് 45നെ 3 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 15 കിട്ടും. അപ്പോൾ 15നെ 3 കൊണ്ട് ഗുണിച്ചാൽ 45 നമുക്ക് കിട്ടും. അതുകൊണ്ട് 3ൻ്റെ ഗുണിതമാണ് 45 എന്ന് വിളിക്കാം. അപ്പോൾ 45ൻ്റെ ഘടകമാണോ 3 എന്ന് ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ അർത്ഥം 3ൻ്റെ ഗുണിതമാണോ 45 എന്നുള്ളതാണ്. ചുവടെ നൽകിയിരിക്കുന്ന സംഖ്യാജോഡികളിൽ രണ്ടാമത്തെ സംഖ്യ ആദ്യ സംഖ്യയുടെ ഘടകമായി വരുന്നവ കണ്ടെത്തുക എന്ന് പറയുന്നുണ്ട്. 12ൻ്റെ ഘടകമാണ് 6. കാരണം എന്താണ്? 6നെ 2 കൊണ്ട് ഗുണിച്ചാൽ 12 കിട്ടും. അല്ലെങ്കിൽ 6ൻ്റെ ഗുണിതമാണ് 12. 50ൻ്റെ ഘടകമാണ് 5. കാരണം എന്താണ്? 10നെ 5 കൊണ്ട് ഗുണിച്ചാൽ 50 കിട്ടും. അല്ലെങ്കിൽ 10ൻ്റെ ഗുണിതമാണ് 5ൻ്റെ ഗുണിതമാണ് 50 എന്നുള്ളതാണ്. 45ൻ്റെ ഘടകമല്ല 7. അതിൻ്റെ കാരണം എന്താണെന്ന് ആലോചിച്ച് എഴുതുക. ഇത് പൂർത്തിയാക്കുകയും ചെയ്യുക. ഇനി ചതുരം നിർമ്മിക്കാം എന്നുള്ളതാണ്. ഘടകങ്ങൾ കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങളാണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത്. 2ൻ്റെയും 6ൻ്റെയും ഗുണിതമാണ് 12. മറിച്ച് പറഞ്ഞാലോ 12ൻ്റെ ഘടകങ്ങളാണ് 6ഉം 2ഉം. ഈ 12ന് വേറെ അനുജന്മാരുണ്ടോ അല്ലെങ്കിൽ 12ന് വേറെ ഘടകങ്ങളുണ്ടോ? അതെങ്ങനെയാണ് കണ്ടെത്തുക? അപ്പോൾ ചിത്രത്തിൽ കാണുന്നത് പോലെയുള്ള ഒരേ വലിപ്പത്തിലുള്ള 12 സമചതുരങ്ങൾ വെട്ടിയെടുക്കുക. ഇത് ചേർത്ത് വെച്ചുകൊണ്ട് എങ്ങനെയെല്ലാം ചതുരങ്ങൾ നിർമ്മിക്കാം. ഒരു ചതുരം വീതിയിലും 12 ചതുരങ്ങൾ നീളത്തിലും വെച്ചുകൊണ്ട് നമുക്ക് അങ്ങനെ ഉണ്ടാക്കാം. അല്ലെങ്കിൽ അതിനെ നമുക്ക് 1 × 12 = 12 എന്ന് വിളിക്കാം. അപ്പോൾ ആ കാര്യമാണ് ഞാനിവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. 1 × 12 = 12 എന്നുള്ളത് 2 വരികളിലായി നമുക്കിതുപോലെ ക്രമീകരിക്കാം. നേരത്തെ ഒരു വരിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 6 നിരകളുണ്ടായിരിക്കും, 2 വരികളുണ്ടായിരിക്കും. ഇവിടെ 3 വരികളിലായിട്ട് നമുക്കതിനെ ക്രമീകരിക്കാം. 3 വരികളുണ്ടായിരിക്കും, 4 നിരകളുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് 3 വ്യത്യസ്ത രീതികളിൽ 12നെ ഗുണനഫലമായി എഴുതാൻ സാധിക്കും. അതെന്തൊക്കെയാണ്? 1 × 12 = 12, 6 × 2 = 12, 3 × 4 = 12. ഇനി മറ്റേതെങ്കിലും രീതിയിൽ എഴുതാൻ സാധിക്കും. 5 മറ്റേതെങ്കിലും സംഖ്യ ഗുണിച്ചാൽ നമുക്ക് 12 കിട്ടുമോ? 7 എന്നൊക്കെ രീതിയിൽ ഗുണിച്ചാൽ 12 കിട്ടുമോ? ഇല്ല. അപ്പോൾ 12നെ വ്യത്യസ്ത രീതിയിൽ ഗുണനഫലമായി എഴുതാൻ സാധിക്കുന്ന പരമാവധി രീതികൾ നമ്മളിവിടെ എഴുതി കഴിഞ്ഞു. അതുകൊണ്ട് 12ൻ്റെ ഘടകങ്ങൾ എന്തെല്ലാമാണ് എന്ന് ചോദിച്ചാൽ 1, 12, 2, 6, 3, 4 എന്നിവയാണ് എന്ന് നമുക്ക് എളുപ്പം പറയാൻ സാധിക്കും. നമുക്ക് കുറച്ചുകൂടി ചോദ്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് ഇതിനെ വ്യക്തമായി മനസ്സിലാക്കാൻ ശ്രമിക്കാം. 24ൻ്റെ എല്ലാ ഘടകങ്ങളും കണ്ടെത്തി എഴുതൂ എന്ന് പറയുന്നുണ്ട്. നമുക്ക് ഈ മിടുക്കൻ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം. 1 × 24 24 അതുപോലെ 2 × 12 24 3 × 8 24 4 × 6 24. അപ്പോൾ പരമാവധി 24നെ ഗുണനഫലമായി എഴുതുന്ന രീതിയിലെല്ലാം നമ്മൾ എഴുതി കഴിഞ്ഞു. അതുകൊണ്ട് ഇവിടെ 24ൻ്റെ ഘടകങ്ങൾ 1, 24, 2, 12, 3, 8, 4, 6 എന്നിവയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ ഇവിടെ തന്നിരിക്കുന്ന സംഖ്യകളുടെ ഘടകങ്ങൾ കണ്ടെത്താൻ പറയുന്നുണ്ട്. നമുക്കിവിടെ 10ൻ്റെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. 1 × 10 = 10, 2 × 5 = 10. മറ്റ് ഏതെങ്കിലും രീതികളുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് 2, 5, 1, 10 എന്നിവ, അല്ലെങ്കിൽ ആരോഹണ ക്രമത്തിൽ പറഞ്ഞാൽ 1, 2, 5, 10 എന്നിവയൊക്കെ തന്നെ 10ൻ്റെ ഘടകങ്ങളാണ് എന്ന് പറയാം. 18ൻ്റെയും 25, 16, 36, 13 എന്നീ സംഖ്യകളുടെയും നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ടത് ചെറു പൊതുഗുണിതം എന്ന ആശയവും ഘടകം എന്ന മറ്റൊരു ആശയവുമാണ്. പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ കഴിഞ്ഞുവെന്നും ഇത് ആസ്വദിക്കാൻ നിങ്ങൾക്ക് സാധിച്ചുവെന്നും ഞാൻ വിചാരിക്കുന്നു. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ എന്നെ വിളിക്കുക. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.